ടോപ്പ് 5 ഈ കപ്പ് എടുക്കണമെന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം ജാസ്മിൻ തന്നെയാണ്. ടോപ്പ് 5 എന്തായാലും പോയിന്റുകൾ എല്ലാ വിഷയത്തിലും കൃത്യമായിട്ട് പറയുന്ന ആളാണ്. അതുപോലെ ജാസ്മിനും നിങ്ങൾ അത് പക്ഷെ നിങ്ങളുടെ വിഷ്വലുകൾ കൂടുതൽ വന്ന് നിങ്ങൾ കെട്ടിപ്പിടിച്ച് അല്ലെങ്കിൽ കൈപിടിച്ചിരിക്കുന്നതും കൂടുതൽ സംസാരിക്കുന്ന പ്രണയരംഗങ്ങൾ പോലത്തെ രംഗങ്ങളാണ്. അപ്പൊ അല്ലാതൊരു ഗെയിം നിങ്ങൾക്ക് അവിടെ കളിക്കാൻ ആഗ്രഹിച്ചിരുന്നോ? തെറ്റുണ്ടോ? എങ്ങനെ കൈ പിടിച്ചിരിക്കുന്നത് തെറ്റാണ്? കൈ പിടിച്ചിരിക്കാൻ തെറ്റല്ല, ആ വിഷ്വൽസ് മാത്രമാണ് വന്നത്. പക്ഷെ നിങ്ങൾ നിലപാടുകൾ പറയുന്ന ഒരാളാണ്. അതെനിക്ക് അറിയാവുന്ന കാര്യമല്ല. പക്ഷേ ഞാൻ ചോദിച്ചത്രേ ഉള്ളൂ, ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും കൈ പിടിച്ചിരിക്കുന്നതും തോളത്ത് കൈയിട്ടിരിക്കുന്നതും അല്ലെങ്കിൽ കൈ മുറുക്ക പിടിക്കുന്നതും തെറ്റാണോ? അല്ലല്ലോ. നിങ്ങൾ പറഞ്ഞു സീരിയസ്ലി ചോദിക്കാം. ജനങ്ങളുടെ പെർസ്പെക്റ്റീവിൽ എങ്ങനെയാണ് അത് തെറ്റാകുന്നത്? ഒരു ബൗണ്ടറി ഉണ്ട്, ഒരു ഫിസിക്കൽ ബൗണ്ടറി ഉണ്ട്. ആ ബൗണ്ടറി കഴിഞ്ഞാൽ മാത്രമേ അതിലൊരു വൾഗർ എലമെന്റ് വരുന്നുള്ളൂ. അത്രയും നേരം അത് വൾഗർ അല്ല. സൗഹൃദത്തിൽ എല്ലാവരും ചെയ്യുന്ന കാര്യം തന്നെയാണ്. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇതേവരെ കിസ് ചെയ്തിട്ടില്ല? ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഗേള് ബോയുടെ അല്ല ചോദിക്കണം, ഗേളിനെ കിസ് ചെയ്യില്ലേ? അവളത് റൂം കൊടുക്കൂലേ? അതിൽ ആ ജെൻഡർ ഇല്ലാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങോട്ട് കഴിഞ്ഞില്ലേ? ഏതാ സമയത്ത് എല്ലാവരുടെ കൂടെ നിൽക്കുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടത് അറിയാത്തൊരവസ്ഥ നമുക്ക് പെട്ടെന്ന് ഒരിക്കലല്ല. ഇനി ഒരാഴ്ച കൂടി വീടിൻ്റെ അകത്ത് നിൽക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് നെഗറ്റീവ് പോസിറ്റീവ് ആയാലോ? ഗെയിം എപ്പോൾ വേണമെങ്കിലും ചേഞ്ച് ആവാം. ഒരാഴ്ച ധാരാളം മതി ഒരു ഗെയിം, ഒരാളുടെ ഗെയിം കംപ്ലീറ്റ്ലി ടോട്ടലി ചേഞ്ച് ചെയ്യാനായിട്ട്. ചിന്തോ ചേട്ടൻ തന്നെ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഒരാഴ്ച നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ പുള്ളിക്ക് അറിയാൻ കൃത്യമായിട്ട് അതെങ്ങനെ മാറ്റി പോസിറ്റീവ് ആക്കണം എന്നുള്ളത്. അപ്പോൾ ജാസ്മിൻ ഇസ് എ ഗുഡ് പ്ലെയർ. ഇപ്പം നിങ്ങൾ പറയുന്ന പോലെ ജബ്രി അതിൻ്റെ അകത്ത് ഇല്ലാത്തടത്തോളം കാലം ഇപ്പോൾ ജാസ്മിൻ വേണമെങ്കിൽ ഫ്രീ ആയിട്ട് നിന്ന് കളിക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട്. വേണമെങ്കിൽ കളിക്കട്ടെ, കളിച്ചിട്ട് അപ്പോൾ മാറാണെങ്കിൽ നല്ലതല്ലേ, പോസിറ്റീവായിട്ട് വരട്ടെ.